കേരളത്തിലെ വളരെയധികം ജനപ്രിയമായ ഒരു ട്രെയിനിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. നമസ്കാരം. കർണാടകയിലെ മംഗളൂരുവിലാണ് ഉള്ളത്. മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും വൈകുന്നേരം 5:30 തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന മാവേലി എക്സ്പ്രസിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. സദേൺ റെയിൽവേയിൽ പാലക്കാട് ഡിവിഷന് കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് മംഗളൂരു സെൻട്രൽ. സ്റ്റേഷന്റെ കോഡ് വരുന്നത് MAQ എന്നാണ്. ഇവിടെ ഇതാ മംഗളൂരു സെൻട്രൽ എന്നൊക്കെ എഴുതിയത് കാണാം. ഇവിടെ മംഗലാപുരത്ത് 2 റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ഒന്ന് മംഗളൂരു ജംഗ്ഷനും മറ്റൊന്ന് മംഗളൂരു സെൻട്രലും. ഇവിടെ നിന്ന് ഒരു 6 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ഫ്ലാഗ് വരുന്നത്. പ്രീപെയ്ഡ് ഓട്ടോ നമ്മുടെ ടാക്സി കൗണ്ടറൊക്കെ വരുന്നത് ഇവിടെയാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് തന്നെ കൊല്ലൂരിലേക്കൊക്കെ പോകാൻ ബസ് കിട്ടും. അതിവിടെയാണ് വന്ന് നിർത്തുക. 16603 മാവേലി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം നമ്പർ 3 ഇന്ന് പുറപ്പെടുക. 3 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങളിത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. അതിന് പുറമെ തന്നെ ഇവിടെ 1 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ട്രെയിൻ ഷണ്ടിങ് ചെയ്ത് വരുന്നുണ്ട്. MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ്. ഇത് 4:55 ഇവിടുന്ന് പുറപ്പെടുന്നത്. മംഗളൂരു സെൻട്രലിൽ ആകെ 5 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇത് നമ്മുടെ ട്രെയിൻ മാവേലി എക്സ്പ്രസ് 16603 മലയാളമുണ്ട്, കന്നഡയുണ്ട്. മാവേലി എക്സ്പ്രസ്. ഈ ആദ്യം തന്നെ കാണുന്ന കോച്ച് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി കോച്ചാണ്. അപ്പോൾ അത് ഈ ഒരു ട്രെയിനിൽ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞാലും പിന്നെ അൺറിസേർവ്ഡ് കോച്ചുകളാണ്. മുന്നിൽ തന്നെ 3 ഉണ്ട്. ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇത് കഴിഞ്ഞാലും പിന്നെയുള്ളത് AC ആണ്. ഞാൻ നിങ്ങൾക്ക് ഈ ട്രെയിനിൽ ഒരു കാര്യം കാണിച്ചു തരാം. ഈ ട്രെയിൻ 99% ഓടുന്നത് കേരളം വഴിയാണ്. ഈ ട്രെയിൻ സ്റ്റാർട്ടിങ് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും മാത്രമേ ഉള്ളൂ. അതായത് മംഗലാപുരത്ത് പുറപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഇതിൽ നിങ്ങൾ ബോർഡ് നോക്കിക്കോ, വളരെ ചുരുക്കം മലയാളം ബോർഡുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കന്നഡ. ഇനി അടുത്ത കോച്ച് നമുക്ക് പോയി നോക്കാം. ഈ വണ്ടി കോഴിക്കോട്, എറണാകുളം, അതുപോലെ നമ്മുടെ തൃശ്ശൂർ, ആലപ്പുഴ അവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ മലയാളം മാത്രം അറിയുന്ന ഒരാൾ ഈ ട്രെയിനിൻ്റെ ബോർഡ് എങ്ങനെ നോക്കും? ഇവിടെയും കന്നഡ വേണ്ടാന്നല്ല, പക്ഷെ കുറച്ച് ബോർഡുകൾ മാത്രമാവാം. ഇത് ഈ ഭാഗത്തുള്ള മുഴുവൻ ബോർഡുകളും കന്നഡ മാത്രമേ ഉള്ളൂ. മലയാളത്തിനൊരു പരിഗണനയും ഇല്ല. അത് മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിൻ്റെ സ്വന്തം വണ്ടിയാണ്. ഇവിടെ കന്നഡ. അടുത്ത കോച്ചും കന്നഡ തന്നെയാണ്. മംഗളൂരു സെൻട്രൽ ഒരു ഡെഡ് എൻഡ് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ അവസാനിച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ യാർഡ് വരുന്നത് ഇവിടെയാണ്. പിന്നെ ഏറ്റവും പുറകിലും പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി കോച്ചസ് ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുന്നിലുള്ളത് ലേഡീസ് കമ്പാർട്ട്മെൻ്റ് ആണ്. ഇതാണ് ലേഡീസ് കോച്ച്. അതിന് തൊട്ട് മുന്നിലുള്ളത് അൺറിസേർവ്ഡ് ആണ്. അതായത് പുറകിൽ 1 മാത്രമേ ഉള്ളൂ. ഇതും കന്നഡ തന്നെയാണ്. മാവേലി എക്സ്പ്രസിൻ്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ ഇതിന് 4 അൺറിസേർവ്ഡ് കോച്ചുകളാണ് ഉള്ളത്. പിന്നെ ഒരു ലേഡീസും സ്ലീപ്പർ 10 ഉണ്ട്. 5 തേർഡ് AC, 2 സെക്കൻഡ് AC, 1 ഫസ്റ്റ് AC, അങ്ങനെയാണ്. അതിൽ ഞങ്ങൾ ഇന്ന് തിരുവനന്തപുരം വരെ ട്രാവൽ ചെയ്യുന്ന കോച്ച് സ്ലീപ്പറിൽ S7. ഈ കാണുന്ന കോച്ചാണ് 2014 നിർമ്മിച്ച കോച്ചാണിത്. നമ്മുടെ കേരളത്തിലൂടെ നൈറ്റ് സർവീസ് ഉള്ള ഒരു പ്രധാന ട്രെയിനാണിത്. മന്ത്രിമാരൊക്കെ ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇതിപ്പോഴും പഴയ കോച്ചുകളുണ്ട്. അത്ര ഉത്കൃഷ്ട കോച്ച്. ഇതെന്തുകൊണ്ടാണ് LHPയിലേക്ക് മാറാത്തെന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. 4:30 കോച്ച് ഡോറൊക്കെ തുറന്നു. നമ്മുടെ ബെർത്തുള്ളത് 51 ഇവിടെ ഉണ്ട്, 54 ഇവിടെ ഉണ്ട്. ഈ 2 അപ്പർ ബെർത്ത്. വൃത്തിൻ്റെ എല്ലാം കാര്യം എടുത്തു പറയണം. നല്ല വൃത്തിയാണ്. പിന്നെ നമുക്കിവിടെ സൈഡിൽ ഓവർനീ സൈഡ് അപ്പറിൻ്റെ ഇവിടെ വന്നാൽ താഴെ ഇവിടെ മാത്രമാണ് ചാർജിങ് പോയിന്റ് ഉള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു ക്യാബിൻ്റെ ഭാഗത്തേക്ക് വന്നാൽ ആദ്യം തന്നെ വലിയൊരു മിററുണ്ട്. പിന്നെ താഴെയാണ് ചാർജിങ് പോയിന്റ് ഉള്ളത്. 1 മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞില്ലേ പഴക്കം ചെന്നൊരു കോച്ചാണെന്ന്. അത് ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ബെർത്തൊക്കെ അടിപൊളിയാണ്, ഓക്കെയാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു പഴക്കം. അതുപോലെ തന്നെ കോച്ചിൻ്റെ ഇവിടെ തന്നെ
S7 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് കോച്ചിലേക്ക് കയറി വരുന്നവർക്ക് നല്ലൊരു ഹെൽപ്ഫുള്ളാണിത്. ഇതെല്ലാ ട്രെയിനിലും വേണം, കാരണം വളരെയധികം വേണ്ട ഒരു കാര്യം തന്നെയാണിത്. മാവേലി എക്സ്പ്രസ്സിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തതൊക്കെ ഇനി പറയാം. ഞങ്ങളിതിൽ 2 മാസം മുന്നെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഏകദേശം ഒരു അവൈലബിൾ ഒരു 50-55 ബർത്തുകൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ 2 ബർത്ത് നോക്കി ബുക്ക് ചെയ്തു. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം വരെ 350 രൂപയാണ് സ്ലീപ്പർ ക്ലാസ്സിന് ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ്. ഈ മാവേലി എക്സ്പ്രസ്സിലും ടിക്കറ്റ്, അതായത് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമില്ല പണിയൊന്നുമല്ല. ഞങ്ങൾ നേരത്തെ 2 മാസം മുന്നേ ബുക്ക് ചെയ്തുകൊണ്ടാണ് കിട്ടിയത്. ഇപ്പം ബുക്ക് ചെയ്ത് ഇന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ലിസ്റ്റ് 75ആണ്. അതായത് ഒരാഴ്ച മുന്നേ ഒന്ന് ബുക്ക് ചെയ്താൽ കൺഫേം പോലും ആവില്ല, RIC പോലും ആവില്ല. മിക്കവാറും ഒരു RIC കിട്ടണമെങ്കിൽ മിക്കവാറും ഒരു 3 ആഴ്ച മുന്നേ ബുക്ക് ചെയ്യേണ്ടി വരും. RIC കിട്ടാൻ നിങ്ങൾക്ക് അറിയാലോ, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ സമീപ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, സൈഡിൽ ഓവർക്ക് ഇരുന്ന എല്ലാ RIC ടിക്കറ്റ് തന്നെയാണ്. RIC കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ കയറേണ്ടവരാണ്. നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം ബെർത്തിന്റെ ഈ ഭാഗത്തൊക്കെ സ്റ്റിക്കറൊക്കെ, അതായത് ഈ ഒരു ടൈപ്പ് സ്റ്റിക്കർ ഒട്ടിച്ചത് കാണലുണ്ട. എന്നാൽ ഇതൊന്ന് നോട്ട് ചെയ്തോ, നമ്മുടെ ട്രെയിനിൻ്റെ അകത്തെ ഫാൻ, ലൈറ്റ്, ചാർജിങ് പോയിന്റ് ഇതൊന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതല്ല, റെയിൽ മധ്യത്തിൽ നിന്ന് ആപ്ലിക്കേഷൻ ഉണ്ട്, അതുവഴി കംപ്ലൈൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 139ലേക്കും വിളിച്ചാൽ മതി. ഇനി മാവേലി എക്സ്പ്രസ് മറ്റു കുറച്ച് ട്രെയിനുകളുമായിട്ട് റേക്ക് ഷെയറിംഗ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്ന് ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റ് മെയിൽ, മറ്റൊന്ന് ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന വെസ്റ്റ് കോസ്റ്റ്, പിന്നെ ഒന്നുള്ളത് തിരുവനന്തപുരത്തേക്ക് പോകുന്ന മലബാർ എക്സ്പ്രസ്. അതായത് ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ഇന്ന് രാവിലെ ഇവിടെ മംഗളൂർ എത്തിയ വണ്ടി ഉച്ചയ്ക്ക് 1:55 ചെന്നൈ മേലായിട്ട് ചെന്നൈയിലേക്ക് പോയി. അതുപോലെ തന്നെ ഇന്നലെ ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് ഇവിടെ മംഗളൂർ ഉച്ചയ്ക്ക് ഒരു 12 മണിയോട് എത്തിയ മെയിൽ ഉണ്ടാവുമല്ലോ, അതാണ് ഇന്ന് 5:30 നമ്മൾ പോകുന്ന മാവേലിയായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ട്രെയിനിൻ്റെ പേര് പറഞ്ഞല്ലോ, മാവേലി എല്ലാ മലയാളികൾക്കും അറിയുന്ന പേരാണ് നമ്മുടെ മഹാബലി. ഓണമായി നമ്മുടെ മലയാളികളുടെ എന്താ പറയുക മെയിൻ ഫെസ്റ്റിവലാണ് ഓണം. ഓണത്തിന്റെ ഓർമ്മ എന്ന് പറയുന്നത് തന്നെയാണ് മാവേലിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ ഒരു പേരാണ് നമ്മുടെ ഈ ട്രെയിൻ നൽകിയത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ നേരത്തെ ഇത് LHP ആവുന്ന കാര്യം പറഞ്ഞില്ലേ, മാവേലി LHP ആവണമെങ്കിൽ ബാക്കിയിലെ മറ്റ് ട്രെയിനുകളും 3 ട്രെയിനുകളും കൂടെ LHP ആവണം. ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ് ഒക്കെ ഇവിടെ സെറ്റായിരിക്കുകയാണ്. WP4 ആണ് ലോക്കോമോട്ടീവ് വരുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മലബാർ എക്സ്പ്രസ് ഷണ്ടിങ് ചെയ്ത് വരികയാണ്. ഇതിൻ്റെ സെയിം റേക്ക്. ഇവിടെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് തിരുവനന്തപുരം മംഗളൂരു സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് ഇതാ കടന്നു വരികയാണ്. 5:30 നമ്മുടെ ട്രെയിൻ ഇപ്പോൾ ഇവിടുന്ന് എടുക്കും. 5:35 ഇപ്പോഴാണ് ട്രെയിൻ ഇവിടുന്ന് എടുക്കുന്നത്. മംഗലാപുരത്തിനും തിരുവനന്തപുരത്തിനും ഇടയിൽ ഈ ട്രെയിൻ 28 സ്റ്റോപ്പുകളുണ്ട്. 6:15 മലബാർ എക്സ്പ്രസ് ഇവിടുന്ന് എടുക്കുക. കോട്ടയം വഴിയാണ് മലബാർ എക്സ്പ്രസ്. നമ്മുടെ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പുള്ളത് കാസർഗോഡ്. നേത്രാവതി ക്യാബിനെത്തി. ഇത് മംഗളൂരു ജംഗ്ഷനിൽ നിന്ന് വരുന്ന റൂട്ടാണ്, മടുകാവ് നിന്നൊക്കെ. നമ്മൾ ആ ഒരു ലൈനിലേക്ക് ഇതാ കയറുകയാണ്. നേത്രാവതി പുഴ. വലിയ സ്പീഡില്ലാത്തത് കൊണ്ട് തന്നെ കാറ്റുണ്ടാവില്ല. കർണാടക RTC ഇതിലൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് കർണാടക RTC അല്ല, ഒരു പ്രൈവറ്റ് ബസ്സാണ്. KSRTC കർണാടക RTC എന്ന് വിചാരിച്ചതല്ല. നമ്മുടെ പാസഞ്ചേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെ എവിടെ നിന്നാണ് കയറുന്നവരെന്നൊക്കെ ഞങ്ങൾ ചാർട്ട് വേക്കൻസി വഴി നോക്കിയിട്ടുണ്ടായിരുന്നു. 2 ലോവറും പയ്യന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്, 2 മിഡിൽ
കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ കോഴിക്കോട് വരെയും പയ്യന്നൂർ വരെയും ഈ ബർത്തൊക്കെ വേക്കൻ്റ് ആയിരിക്കും. സൈഡിൽ ഓവറൊക്കെ RIC ആണ്, പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ 4 മണിക്കൂർ മുമ്പ് ചാർട്ട് പ്രിപ്പയർഡ് ആവുമല്ലോ. ആ ഫസ്റ്റ് ചാർട്ട് പ്രിപ്പയർഡ് ആയ സമയത്ത് നിങ്ങൾക്ക് ഗൂഗിളിലോ ഏത് വഴിയെങ്കിലും IRCTC ചാർട്ട് വേക്കൻസി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ലിങ്ക് കാണും, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രെയിനിൻ്റെ നമ്പറും നമ്മൾ എവിടെ നിന്നാണ് കയറുന്നത് ആ ഒരു ബോർഡിംഗ് സ്റ്റേഷൻ കൊടുത്താൽ ആ ഒരു കോച്ചിൻ്റെ ലേഔട്ട് വരും. അതിൽ ഏത് കോച്ചാണെന്ന് എടുക്കുക, അതിൽ സീറ്റ് സെലക്ട് ചെയ്യുക. ആ സീറ്റ് എവിടെ നിന്ന് എവിടത്തേക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ട്രെയിനിപ്പം മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 110-ലാണ് സ്കിപ്പ് ചെയ്യുന്നത്. അങ്ങനെ ട്രെയിൻ കേരളത്തിലേക്ക് കയറിയിരിക്കുകയാണ്. കോയമ്പത്തൂർ മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്. ട്രെയിൻ ഇപ്പോൾ കുമ്പള റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ സ്പീഡ് കുറച്ച് പോകാനുള്ള കാരണം എന്താ പറയുക, നമ്മുടെ ട്രെയിനിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ മംഗലാപുരം കണ്ണൂർ എക്സ്പ്രസ് പോകുന്നുണ്ട്. അത് കാസർഗോഡ് എത്താനായതേ ഉള്ളൂ. അപ്പോൾ അത് മുന്നിലുള്ളത് കൊണ്ടാണ് ഈ ട്രെയിൻ ഇങ്ങനെ പതിയെ പോകുന്നത്. ഇപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടി. മിക്കവാറും അതിനെ ഓവർടേക്ക് ചെയ്യുമോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. പയ്യന്നൂരേക്ക് എത്തുമ്പോൾ ഓവർടേക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. 6:23 കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇവിടെ ഇപ്പോൾ റെനോവേഷനാണ്. കാസർഗോഡ് നല്ല തിരക്കുണ്ട് അൺട്രസ് റോഡിലേത്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന റെയിൽവേ സ്റ്റേഷൻ. കാസർഗോഡ് എത്തുന്നതിന് മുന്നേ തന്നെ TT വന്ന് ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് ID ഒക്കെ ചോദിച്ചു കേട്ടാ. ചില TTമാരാണെങ്കിൽ ID കാർഡും ചോദിക്കില്ല, പേര് മാത്രം ചോദിച്ചിട്ട് പോകും. ചിലവരാണെങ്കിൽ നമ്പർ മാത്രം ചോദിച്ചു പോകും. പലരും പല രീതിയിൽ തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ID കാർഡ് ചോദിക്കുന്നത് ഏറ്റവും നല്ല തന്നെയാണ്. ഇവിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു, താമ്പരം മംഗളൂരു സെൻട്രൽ എക്സ്പ്രസ്. ഇത് നമ്മുടെ ചെന്നൈ മംഗളൂരു വണ്ടിയാണ്. ഇപ്പോൾ ഇത് താമ്പരത്തേക്കാക്കി, കുറേ ഇപ്പോൾ താമ്പരത്തേക്കാക്കിയിട്ട്. ട്രെയിൻ ഇത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ മറ്റൊരു പ്രധാന സ്റ്റേഷനാണിത്. ഇപ്പോൾ ഒരു ട്രെയിൻ വരും, തിരുവനന്തപുരം നോർത്തുനിന്ന് ചണ്ഡീഗഡിലേക്ക് പോകുന്ന സമ്പർക്രാന്തി. അത് നീലേശ്വരം കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കകം ഇതുവഴി കടന്നു പോകും. സമ്പർക്രാന്തി ലൂപ്പ് ലൈൻ വഴിയാണ് വരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. മെയിൻ ലൈൻ ഈ നടുക്ക് കാണുന്നതാണ്. നമ്മുടെ വണ്ടി ഇവിടെ വന്നതുകൊണ്ടായിരിക്കും അത് ആ ഒരു അതിലോട്ട് മാറിയത്. 7:12 ട്രെയിനിൽ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. FCI ആണിത്, ഞങ്ങളുടെ ഹോം സ്റ്റേഷൻ. നീലേശ്വരത്ത് ഇതാ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഇവിടെ നിന്ന് 30 കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക്. 1 മണിക്കൂർ യാത്ര. അടുത്ത സ്റ്റോപ്പ് ചെറുവത്തൂർ.
ട്രെയിൻ ഇപ്പോൾ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിൻ കാണുന്നില്ലേ, ഇത് കണ്ണൂരിൽ നിന്ന് ചെറുവത്തൂരേക്ക് പാസഞ്ചറായിട്ട് വന്നതാണ്. നാളെ ഇനി ഇത് ചെറുവത്തൂർ മംഗലാപുരം പാസഞ്ചറായിട്ട് പോകും. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനോടും വിടാം. അടുത്തത് പയ്യന്നൂരാണ് സ്റ്റോപ്പ്. പയ്യന്നൂരിൽ നിന്ന് ഇതാ മംഗലാപുരം കണ്ണൂർ എക്സ്പ്രസ് ഇല്ലേ, അതിനെ ഓവർടേക്ക് ചെയ്യാണ്. കൂടുതലും പയ്യന്നൂരിൽ തന്നെയാണ് ഓവർടേക്കിംഗ് ഉണ്ടാവാറ്. ഏഴ് 45 ട്രെയിൻ ഇതാ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് തൊട്ടടുത്താണ് ചൂട്ടാട് ബീച്ച്, അതുപോലെ തന്നെ മാടായിക്കാവ്. അവിടത്തേക്ക് പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം. 8 മണി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. മാവേലി എക്സ്പ്രസ്സിന് ഇവിടെ 3 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. നല്ല തിരക്കുണ്ട് ഇവിടുന്ന്. രാത്രിക്കുള്ള ഭക്ഷണം ഞങ്ങൾ കഴിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ രാത്രി കഴിക്കേണ്ട ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ ഫ്രൈ ആണ് ഇത്. പിന്നുള്ളത് അവിടെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബർത്ത്ഡേ ഇതിൻ്റെ വേസ്റ്റ് ഒന്നും ആവാൻ പാടില്ലല്ലോ, അപ്പോൾ നമ്മൾ പത്രം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല വൃത്തിയോടെ തന്നെയാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി അമ്മ ഇതാ വീട്ടിൽ നിന്ന് ആക്കി തന്നെയാണ്. രാവിലെ ഒരുപാട് പറഞ്ഞ്, കാരണം എന്നിട്ട് എത്ര നേരത്തെ ഉണ്ടാക്കി, നമ്മളെ വീട്ടിൽ നിന്നും നേരത്തെ വന്നല്ലോ. നമ്മൾ മംഗലാപുരത്തേക്കാണല്ലോ പോയത്, പിന്നെ കുഴപ്പമില്ല. പിന്നെ ട്രെയിനിൽ തന്നെ കണ്ണൂരായാലും എന്താ പറയുക, ഫുഡൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഫുഡ് കിട്ടും. പിന്നെ നമ്മൾ തുടക്കമായതുകൊണ്ട് വീട്ടിൽ തന്നെ എടുത്തിട്ട് അങ്ങ് പോകുന്നു. അപ്പോൾ അടുത്ത റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ തന്നെ ഇത് കഴിച്ചു കഴിയാം. തലശ്ശേരി മാഹിയും കഴിഞ്ഞ് ട്രെയിൻ ഇതാ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 8:45 ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ട്രെയിൻ ഇതാ വടകരയിലെത്തി. 1 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ്. 9:32 ട്രെയിൻ ഇതാ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിന്ന് തിരക്കേ ഇല്ല. ഇതാ 9:40 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് ഫെറോക്ക്. കോഴിക്കോട് സ്റ്റേഷൻ്റെ കോഡ് വരുന്നത് CLT എന്നാണ്. അധികം വണ്ടികളൊന്നുമില്ല. പകലാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ബസ്സൊക്കെ പോകുന്ന നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കും. വണ്ടികൾ തീരെ കുറവാണ്. കോഴിക്കോട് ഈ റെയിൽവേ സ്റ്റേഷൻ ഈ ഭാഗത്ത് ഒരുപാട് ഡോർമെറ്ററികളും റൂമൊക്കെ ഉണ്ട്. പത്ത് 20 ട്രെയിൻ ഇതാ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ഇപ്പൊ തിരൂരിൽ നിന്ന് എടുത്തു. പിന്നെ ഈ ട്രെയിനിൽ നേരത്തെ തന്നെ നല്ല തിരക്കാന്ന് പറഞ്ഞില്ലേ, അതായത് ഒരുപാട് RIC ഉണ്ട്. അവരെന്നെ TTനോട് ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും ബെർത്ത് വേക്കൻ്റ് ഉണ്ടോന്ന്. കാരണം ഇതിൽ ഒരു ബെർത്തും വേക്കൻ്റ് ഇല്ല, അത്രയും തിരക്കാണ്. പിന്നെ VTC ടിക്കറ്റുകാർ കയറിയിട്ട്, അതായത് പേപ്പർ ടിക്കറ്റ് എടുത്തവർ കയറിയിട്ട് ബെർത്ത് ഇട്ട് വയ്ക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലും ഇപ്പോൾ മുഴുവനും RPF ഉദ്യോഗസ്ഥന്മാരാണ്. നമ്മുടെ ഡോറിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന് നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ VTC ടിക്കറ്റുകാരൊക്കെ കയറുന്നുണ്ടല്ലോ, അപ്പോൾ അവരെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരിവിടെ നിൽക്കുന്നത്. മാവേലി എക്സ്പ്രസിൻ്റെ കാര്യം പറയുമ്പോൾ, മാവേലി ആണെങ്കിൽ മലബാർ എക്സ്പ്രസ് ആണെങ്കിൽ നല്ല തിരക്കാണ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രിക്കത്തെ കാഴ്ചകൾ വൈകിട്ടാണ്, നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ട്രെയിൻ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ പരവൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 4:50 എത്തേണ്ടത്, ഇപ്പോൾ 5:20, അരമണിക്കൂറോളം വണ്ടി ഡിലേ ആണ്. ഇതേ
ട്രെയിൻ ഇതാ ഇവിടെ വന്ന് നിർത്തിയിരിക്കുകയാണ്. പരവൂരിൽ ഇവിടെ മറ്റൊരു ട്രെയിൻ കൂടെ വന്ന് നിർത്തിയിട്ടുണ്ട്. ഇത് തിരുവനന്തപുരം നോർത്ത് നിന്ന് മംഗളൂരു ജംഗ്ഷനിലേക്ക് പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ് ആണ്. അതിൻ്റെ എംടി റേക്കാണ് നിങ്ങളിവിടെ കാണുന്നത്. അടുത്തത് ഇനി വർക്കല ശിവഗിരി. പുറ്റിങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലേക്കൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാം. 5:33 വർക്കല ശിവഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 1 മിനിറ്റാണ് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പ് ഉള്ളത്. അടുത്തതാണ് നമുക്ക് ഇറങ്ങേണ്ട തിരുവനന്തപുരം സെൻട്രൽ. തിരുവനന്തപുരം നോർത്ത്. തിരുവനന്തപുരം ന്യൂഡൽഹി കേരള എക്സ്പ്രസിൻ്റെ എംടി റേക്കാണ് ഇവിടെ കാണുന്നത്. തിരുവനന്തപുരം നോർത്ത്, അതായത് നമ്മുടെ പഴയ കൊച്ചി വീട്. മംഗലാപുരത്ത് നിന്നും 620 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 6:27. ഇവിടെ 6:20 എത്തേണ്ടത്. 7 മിനിറ്റ് ഡിലേ. അതൊന്നൊരു ഡിലേ ആയിട്ട് നോക്കിയാൽ വേണ്ട. എന്നാലും മാവേലി എക്സ്പ്രസ് ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ പക്കയാണ്. ഇതിപ്പോൾ ഔട്ടറിൽ കിടന്നുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണോ പോകുന്നത്? മൂന്നിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരു മഴ പെയ്ത് പോയതേ ഉള്ളൂ. TVC തിരുവനന്തപുരം സെൻട്രൽ. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇത് ഇറങ്ങിയിരിക്കുകയാണ്. ഇതെന്താ ഈ സമയത്ത് ഒരു മഴയൊക്കെ, കാലം തെറ്റി വരുന്ന മഴ. ഇപ്പോൾ രാവിലെ തന്നെ ഇവിടുന്ന് ഒരുപാട് ട്രെയിനുകളൊക്കെ പുറപ്പെടാനൊക്കെ ഉണ്ടല്ലോ, അതിന് നല്ല തിരക്കുണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് IRCTCൻ്റെ റിട്ടയറിങ് റൂമൊക്കെ വരുന്നത്, ഫസ്റ്റ് ഫ്ലോറിൽ. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി ഇവിടെ പുറത്തൊരു റൂം എടുക്കണം. KSRTC ബസ് സ്റ്റാൻഡ് ഇവിടെ തന്നെ ഡോർമെട്രി സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. I love TVM. അതുപോലെ തന്നെ ഇവിടെ നിന്നാണ് നല്ലൊരു വ്യൂ കിട്ടുന്നത് സ്റ്റേഷൻ്റെ. നല്ല തിരക്കാണ്. പിന്നെ ഇവിടുന്ന് തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ബസ് ടെർമിനൽസും കാണാൻ പറ്റും. എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. നമ്മുടെ കന്യാകുമാരി സൈഡൊക്കെ അതാണ്. മാവേലി എക്സ്പ്രസിൻ്റെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. കേരളത്തിലൊരു ഡേ നൈറ്റ് ട്രെയിനാണ്, അടിപൊളി ട്രെയിനാണ്. തിരക്കാണ്, ടിക്കറ്റ് കിട്ടാനില്ല. ഇന്നലെ രാത്രി തന്നെ RPFും അതിന് ഈ വെയിറ്റിംഗ് ടിക്കറ്റുകാരും അതുപോലെ തന്നെ ജനറൽ ടിക്കറ്റുകാരൊക്കെ സ്ലീപ്പറിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമൊക്കെ ഉണ്ടായി. ഡോറിൻ്റെ അടുത്ത് അവിടെ പോലും നിൽക്കാൻ വിടുന്നില്ല. എല്ലാവരും ടിക്കറ്റ് റിസർവേഷൻ ഇല്ലെങ്കിലും ജനറലിലേക്ക് വിട്ടോന്നാണ് പറയുന്നത്. ഇപ്പം ഞങ്ങൾ റിസർവേഷനിലെ ഞങ്ങൾ പോലും ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവർ പറയുന്നത് എന്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് വരെ ചോദിക്കുന്നത്. കാരണം അത്രയും ക്ലിയർ ആക്കുന്നുണ്ട് അവരവരുടെ ആ ജോലി നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാവേലി എക്സ്പ്രസ്സിൽ നിങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 മാസം മുന്നെങ്കിൽ ടിക്കറ്റ് നോക്കുക. അങ്ങനെ നോക്കിയാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബർത്ത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എന്താ പറയുക, വേറെ കാര്യം പറയാൻ ഈ ട്രെയിനെല്ലാം എന്താ പറയുക ഉടനടി തന്നെ LHTയിലേക്ക് മാറേണ്ടതായിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് ആശ്രയിക്കുന്ന ഒരു ട്രെയിനാണല്ലോ. അതെ. അപ്പോൾ എന്താ പറയുക, മാവേലി എക്സ്പ്രസിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അടുത്ത ദിവസം ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കിടലൻ യാത്രയൊക്കെ ഉണ്ട്, അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റു വീഡിയോ മാറ്റസിനോട് ബൈ.